നമസ്കാരം. ശ്രീ ദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. നമുക്കിന്ന് ധനു, മകരം കൂറുകാരുടെയും ലഗ്നക്കാരുടെയും വ്യാഴത്തിന്റെ കർക്കിടകത്തിലെ ഗോചര ഫലം എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. വ്യാഴം ജൂൺ 2-ാം തീയതി തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിച്ചു. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ കർക്കിടകം രാശിയിലും അതിനുശേഷം ചിങ്ങം രാശിയിൽ പ്രവേശിച്ച് തിരിച്ച് വക്രത്തിൽ ജനുവരി 2027 മുതൽ ജൂൺ വരെയും കർക്കിടകം രാശിയിലാണ് ഗുരു ഗോചരം ചെയ്യുന്നത്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് 1, 4 ഭാവാധിപനാണ്. 8-ൽ ഗോചരം ചെയ്യുന്നു. 12, 2, 4 ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ധനുക്കൂറിൽ വരുന്നതായ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം, 1-ാം പാദം ഇവയാണ്. ഇവിടെ ലഗ്നാധിപനായ ഗുരു 8-ൽ ഉച്ചനാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷകളും കൂടുതൽ പ്ലാനിങ്ങും ഓവർ എക്സ്പെക്ടേഷൻസും ഒക്കെയുള്ള ഒരു സമയമായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഗുരു അഷ്ടമത്തിൽ മറയുന്നത് കൊണ്ട് തന്നെ കാര്യതടസ്സങ്ങളും മാനസിക സംഘർഷങ്ങൾക്കും സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ പാരമ്പര്യ സ്വത്ത് തടസ്സപ്പെട്ട് കിടന്നതൊക്കെ കിട്ടാനായിട്ട് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്കിവിടെ ചിന്തിക്കാം. അതേപോലെ വീടൊക്കെ വെക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇത്. ഇപ്പോൾ ഈ പാരമ്പര്യ സ്വത്ത് കൊണ്ട് വീട് വെക്കാനുള്ള ഒരു സാധ്യതയും നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് 4-ാം ഭാവാധിപൻ 8-ൽ നിന്ന് 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇവിടെ പ്രോപ്പർട്ടി ഡീലിങ്സ് ഒക്കെ നമ്മൾ നടത്തുമ്പോഴേക്കും പേപ്പർ വർക്കുകൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ സമയമാണ് എന്നുള്ളതുകൊണ്ട് ആലോചിച്ചേ ചെയ്യാൻ പാടുള്ളൂ. എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അത് പ്രശ്നങ്ങളിൽ പോയി പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പൊ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. അതേപോലെ വാഹനം ഓടിക്കുമ്പോഴും കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ടതായ സമയമാണ് എന്നുണ്ട്. മാതാവിന്റെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതായ സമയമാണ്. പങ്കാളിയുടെ കുടുംബത്ത് ശുഭകാര്യങ്ങൾ നടക്കാനുള്ളതായ സാധ്യത നമുക്ക് ചിന്തിക്കാം. റിസർച്ച്, ഒക്വൽറ്റ്, മെഡിക്കൽ ഫീൽഡ് ഇതിലുള്ളതായ വിദ്യയ്ക്കൊക്കെ ഗുണം ചെയ്യുന്നതായ സമയമാണെന്ന് പറയാം. ഗുപ്ത സാധനയൊക്കെ ചെയ്യാനായിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ ലഗ്നാധിപനെ അഷ്ടമത്തിൽ ഗോചരം ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. ഈ സമയം ഇത്തരം സാധനങ്ങൾ, അതേപോലെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ആ ഒരു അഷ്ടമത്തിൽ നിൽക്കുന്ന ഗുരുവിനെ, ലഗ്നാധിപനെ നമുക്ക് പോസിറ്റീവായിട്ട് ആക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും. 4-ല് ശനി നിൽക്കൊണ്ട് അവിടെ പഴയ ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നേക്കാം. കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ തടസ്സങ്ങൾ സാധ്യത ചിന്തിക്കാം. പക്ഷെ അവിടെ ഗുരുവിന്റെ ദൃഷ്ടി വരുമ്പോഴേക്കും ഇതിനൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ 12-ലേക്കും ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അന്യദേശത്ത് ധാർമ്മിക സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയുള്ള സമയം എന്ന് നമുക്ക് ചിന്തിക്കാം. അല്പം ചെലവ് കൂടുന്ന ഒരു സമയം കൂടി ആയിരിക്കും. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കൊക്കെ ആക്റ്റീവ് ആകുന്നത് നല്ലതാണ് ഈ സമയത്ത് എന്നുള്ളതാണ്. ഇവിടെ മോക്ഷത്രികോണ ഭാവങ്ങൾ 4, 8, 12 ആക്റ്റീവായിട്ടുള്ള സമയമാണ്. ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടതായ സമയമാണ്. ഇത്തരം ആധ്യാത്മിക പ്രവർത്തനങ്ങളും മന്ത്രസാധന, യോഗ, മെഡിറ്റേഷൻ, ഗൂഢശാസ്ത്രം, റിസർച്ച്, മെഡിക്കൽ ഫീൽഡ്, മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ, ഇത്തരത്തിലുള്ള ഏരിയകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ വ്യാഴത്തിന്റെ അഷ്ടമത്തിലുള്ള ഗോചരം ശുഭഫലം നൽകുന്നതായിരിക്കും എന്നുള്ളതാണ്. അടുത്ത നമുക്ക് മകരം രാശിക്കാരുടെ ഗോചരഫലം നോക്കാം. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ഉം 3-ഉം ഭാവാധിപനാണ് 7-ൽ ഉച്ചനായിട്ട് വരുന്നത്. അവിടെ നിന്ന് 11, ലഗ്നം, 3 ഈ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. മകരക്കൂറിൽ വരുന്നത് ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം 1, 2 പാദം ഈ നക്ഷത്രങ്ങളാണ്. ഇവിടെ 7-ൽ ഗുരു ഉച്ചനായിട്ട് വരുമ്പോഴേക്കും പുതിയ ബിസിനസ്സിന് സാധ്യതയുള്ള ഒരു സമയമായിട്ട് നമുക്ക് ചിന്തിക്കാം. ബിസിനസ്സിന് വേണ്ടി ധനച്ചെലവ് ഉണ്ടാകാനുള്ള സാധ്യത ചിന്തിക്കാം. കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകുന്നതായ ഒരു സമയമാണ്. വരുമാനം വർദ്ധിക്കാനുള്ളതായ സാധ്യത ചിന്തിക്കാം. ടൂർസ് ആൻഡ് ട്രാവൽസ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഇതിനൊക്കെയാണ് കൂടുതൽ സാധ്യത ചിന്തിക്കാനായിട്ട് പറ്റുന്നത്. ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഏരിയകളാണ് എന്ന് പറയാം. അതേപോലെ യാത്രകൾ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് പറയാം നമുക്ക്.
സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ചിന്തിക്കാനായിട്ട് സാധിക്കും. മിത്രങ്ങളെ കൊണ്ടുള്ളതായ അനുഭവ ഗുണങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതായ സമയമാണ്. വിവാഹം നോക്കുന്നവർക്ക് നടക്കാനായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ്. പങ്കാളിക്കും അഭിവൃദ്ധിയെ ചിന്തിക്കാം. ദാമ്പത്യ സുഖം ഉണ്ടാകുന്നതാണ്. ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. സെൽഫ് ഡെവലപ്മെന്റിന് നല്ല സമയമാണ് എന്ന് പറയും. അതിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. പേരും പ്രശസ്തിയും ഉണ്ടാകാം. സമൂഹത്തിൽ ഒരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്പം അഹങ്കാരവും കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഗുരുവിന്റെ ദൃഷ്ടിയൊക്കെ ലഗ്നത്തിലേക്ക് 7 നിന്ന് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പൊളൈറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. ആരോഗ്യം കൂടി ശ്രദ്ധിക്കേണ്ടതായ ആവശ്യം ഇവിടെയുണ്ട്. തനിക്കോ പങ്കാളിക്കോ ഉള്ളതായ ഹോസ്പിറ്റൽ എക്സ്പെൻസസും നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് പറ്റും. പിന്നെ 3 ശനി നിന്ന് കൂടുതലൊരു ഹാർഡ് വർക്ക് കൊടുക്കുകയും എന്നാൽ അതിനനുസരിച്ച് ഒരു പ്രതിഫലം കിട്ടാതിരുന്ന ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ശനി 3 നിപ്പുണ്ട്. അതിൽ നിന്ന് ഗുരുദൃഷ്ടി വരുന്നതോട് കൂടിയിട്ട് അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് ഉണ്ടാകുന്നതാണെന്ന് പറയാം. നമുക്ക് ചെയ്യുന്ന വർക്കിന് റിസൾട്ട് കിട്ടി തുടങ്ങുന്നതായ ഒരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ 3 എന്ന് പറയുന്ന ഡോക്യുമെന്റ്സിന്റെ ഒക്കെ സ്ഥാനം കൂടിയാണ്. അവിടെ 3 ഈ ശനി ബുധന്റെ നക്ഷത്രമായ രേവതിയിലാണ് ഗോചരം ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും പുതിയ ബിസിനസ് അല്ലെങ്കിൽ ഈ ഡീലിങ്സ് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴേക്കും അതിൻ്റെയും ഡോക്യുമെന്റേഷൻസും പേപ്പർ വർക്കുകളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത കുംഭം രാശിയുടെ ഗോചര ഫലവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.